കോൺഗ്രസിന്റെ പഴകുളം മധു ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന സിനിമയിലെ ഫഹദ് ഫാസിലിന്റെ ഒരു ഓട്ടത്തിന്റെ ദൃശ്യം ഓർമ്മയില്ലേ? ദേ ഈ ദൃശ്യം, ആ ദൃശ്യത്തെ അനുസ്മരിപ്പിക്കുന്ന അതേ രംഗം കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വഴിയിൽ തടയും, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിന് കുറച്ചാളെയും കൂട്ടി ക്യാമറകൾക്ക് മുന്നിലെ പട്ടി ഷോ ആയിരുന്നു ഉദ്ദേശം. പക്ഷേ പണി പാളി. പോലീസുകാരുടെ തോളിൽ കയറാനൊന്ന് ശ്രമിച്ചതേ ഉള്ളൂ. പോലീസുകാരെ തിരിച്ചൊന്ന് റിയാക്ട് ചെയ്തപ്പോ നോക്കേ, ആ ഉന്തലിന്റെ ഇടയിൽ നിന്ന് നൈസ ഓടിക്കളയും നോക്കൂ. ഓടിയെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തൊരു മതിലായിരുന്നു. ആ മതിലും ചാടി 4 പുരയിടവും കഴിഞ്ഞാണ് ആ ഓട്ടം നിർത്തിയതെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. എന്തായാലും ദൃശ്യം ഒന്ന് കണ്ടുവല്ലേ. കണ്ടില്ലേ, ഇന്ത്യൻ പ്രണയകഥയിലെ ഇന്നസെന്റ് വാ പൊളിച്ച് നിന്നതുപോലെയാണ് കൊണ്ടുപോയ കോൺഗ്രസ്സുകാർ ആ ഓട്ടം കണ്ടിട്ട് വാ പൊളിച്ച് നിന്നത്. ഓട്ടം എന്ന് പറഞ്ഞാൽ മധുവണ്ണ എന്ന് പുറകെ വിളിച്ചിട്ട് പോലും അദ്ദേഹം നിന്നതുമില്ല, പിടികൊടുത്തതുമില്ല, ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല എന്നൊരവസ്ഥയാണ്. എന്തായാലും കോൺഗ്രസ് നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന സമര നാടകങ്ങൾ, സമര കോലാഹലങ്ങളുടെയൊക്കെ ഉള്ളറകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാഴ്ചകളാണ്. കേരളത്തിലെ മാധ്യമങ്ങളൊന്നും അത്തരം ഓട്ടങ്ങളോ അല്ലെങ്കിൽ ആ എസ്കേപ്പ് ഒന്നും നിങ്ങളെ കാണിക്കില്ല. കാര്യം അവരെയും കൂടി ആവശ്യമാണല്ലോ ഇവർ ചെയ്തു കൊടുക്കുന്നത്. നടന്മാരാക്കി ഇറക്കി വിട്ടതിന് ശേഷം വീണ ജോർജിനെ പേടിച്ച് ഞാൻ കടുകുമണിക്കകത്തിരിക്കില്ല, പോലീസിന്റെ മുന്നിൽ എൻ്റെ സമരത്തിളക്കൽ കാണാൻ പോവുകയാണ്. സമരത്തിളക്കൽ പോലീസിന്റെ അടുത്ത് അങ്ങോട്ട് ചെന്ന് ഷോ ഇറക്കിയൊന്നെ ജസ്റ്റ് ഒന്ന് പ്രതികരിച്ചതേ ഉള്ളൂ. മുണ്ടും പൊക്കി ഓടിയ ഓട്ടം സോഷ്യൽ മീഡിയയിൽ മധു ഓട്ടം എന്ന പേരിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഓരോ ദിവസവും നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഓരോരോ പ്രകടനങ്ങൾ ഈ കോൺഗ്രസ്സുകാർ ചെയ്യുന്നുണ്ട്. എങ്ങനെ എൻ്റെ മുഖം ഒന്ന് ചാനലിൽ വരണം, അതിനുശേഷം ഞാൻ സമരത്തിനുണ്ട് എന്ന് നേതാക്കന്മാരെ ബോധ്യപ്പെടുത്തണം, അടുത്ത തവണ സ്ഥാനാർത്ഥിയാക്കണം. ഇതിനു വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളാണ്. എന്തായാലും വീണ ജോർജ് വരെ തനിക്കെതിരെ നടത്തിയ പ്രതിഷേധത്തിലെ ആ ഓട്ടം കണ്ട് ചിരിയടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കോൺഗ്രസ്സുകാരുടെയൊക്കെ നാട്യങ്ങളും അതൊക്കെ ഈ നാട്ടിൽ ഇന്ന് ക്യാമറകളിലൂടെ തന്നെ പൊളിയുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക, ഇതിനെയെല്ലാം എന്തുകൊണ്ടാണ് കഞ്ഞിക്കുഴി എന്ന് വിളിക്കുന്നത്, ഇതൊക്കെ കൊണ്ടാണെന്ന് മനസ്സിലാക്കുന്നില്ലേ? സമരത്തിന് വരിക, പ്രശ്നമാകുമ്പോൾ എസ്കേപ്പ് അടിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ കണ്ണാലെ കണ്ടില്ലേ. ഇനി പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ട അവസ്ഥയാണ്. എവിടെയാണ് പോയി പതുങ്ങിയിരിക്കുന്നത്? ഇതിനെ ഇനി കണ്ടുകിട്ടേണ്ട ഉത്തരവാദിത്വവും സർക്കാരിന്റെ തോളിലേക്ക് വന്നു ചേരുകയാണ്.